യൂട്യൂബ് ഓപ്പൺ ആക്കിയപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ കാണാനിടയായി. അത് വേറെ ആരുടെയല്ല, നിള നമ്പ്യാരുടെ. ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്കത് ആസ്വദിച്ച് നമ്മൾ കാണാറുണ്ട്. കുക്കിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമ തോന്നും. ഈ കുക്കിംഗ് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കുമല്ലോ എന്ന് തന്നെ തോന്നി നമ്മൾ ചെയ്തു നോക്കാറുണ്ട് പല ഐറ്റംസും. പക്ഷേ ഇത് കാണുമ്പോൾ ഇത് കുക്കിങ്ങിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ സ്ത്രീ. വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലാണ് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. ഇത് കുക്കിങ്ങിൻ്റെ പേരിൽ അവർ നടത്തുന്ന വേറൊരു പ്രക്രിയയാണത്. എന്നിട്ട് അവർ ആൾക്കാരോട് പറയുന്നുണ്ട്, ഇത് കുക്കിംഗ് ശ്രദ്ധിക്കണം കേട്ടോ, വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കരുത് എന്ന്. എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും എൻ്റെ പൊന്നു ചേച്ചി? പെണ്ണുങ്ങൾ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടിരുന്ന് അത് എന്താണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, മീൻ കറി വെക്കുക ചെയ്യുന്നത്, ആ മീൻ കറി വെക്കുന്നത് കാണിച്ചാൽ പോരെ. അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റി ശരീരം കാണിക്കുന്ന രീതിയിലേക്ക് അതിലേക്കാണ്. എന്നാൽ പിന്നെ അങ്ങനെയുള്ള ചെയ്താൽ പോരെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡായിട്ട് മീൻ കറി വെക്കുന്നതായിട്ടും. ഇതൊക്കെ കാണുമ്പോൾ ആണുങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമല്ലേ? സബ്സ്ക്രൈബറെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഒരുപാട് കുക്കിംഗ് ചാനലുകളുണ്ട്. നല്ല രീതിയിൽ തന്നെ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സബ്സ്ക്രൈബറും അവർക്ക് കിട്ടാറുണ്ട്. അത് അവരുടെ നല്ല രീതിയിലുള്ള അവതരണ ശൈലി കൊണ്ടും അതുപോലെ പെർഫോമൻസ് കൊണ്ടുമാണ്. പക്ഷേ ഈ സൈസ് പെർഫോമൻസ് അല്ല കേട്ടോ. അവർ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ആ കുക്കിംഗ് ആണ് ചെയ്യുന്നത്, അല്ലാതെ ഇതുപോലെയുള്ള വീഡിയോ അല്ല ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ചിലർ പറയുന്നുണ്ടാവും, നിനക്കെന്താ ഇതിൻ്റെ ആവശ്യമെന്ന്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പ്രതികരിക്കാൻ തോന്നും, നമുക്കത് പറയാൻ തോന്നും. അത് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവർക്കും പറയണമെന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ കാണുമ്പോൾ കാഴ്ചപ്പാടിൽ ആ രീതിയിൽ കാണുമ്പോഴത്തേക്കിന് നമുക്ക് പറയാൻ തോന്നും. അതുകൊണ്ട് പറഞ്ഞതാണ്. വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടോ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ടോ സ്വന്തം ജീവിതം കളഞ്ഞിട്ട് ചെയ്യേണ്ട യാതൊരു പ്രവൃത്തിയും ഇന്നത്തെ കാലത്തില്ല. ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. യൂട്യൂബേഴ്സ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെല്ലാം വീഡിയോകൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുവെന്ന് മാത്രം. നിങ്ങൾക്കത് സ്വീകരിക്കാം, കമൻ്റായിട്ട് പറയാം. എന്തായാലും യാതൊരു പ്രശ്നവുമില്ല. എന്നാലും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞുവെന്ന് മാത്രം.